ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂൺ മാസം 26-ാം തീയതി രാത്രി 10:22 മുതൽ 28-ാം തീയതി അതികാലെ 12:43 വരെയാണ്. അതുകൊണ്ട് തന്നെ ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് ഏതു ദിവസമാണോ വരുന്നത് ആ ദിവസം, അതായത് 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നു. പ്രദോഷകാലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പൂജാ സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:44 മുതൽ 27-ാം തീയതി സന്ധ്യയ്ക്ക് 6:44 മുതൽ രാത്രി 9 വരെയാണ്. ഈ സമയത്ത് പ്രത്യേകമായി നമഃശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ത്രയോദശി സന്ധ്യാവേളയിലെ പ്രദോഷകാലത്തില് ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവന്മാരുടെയും സകല ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാകുന്നു. സകല ദേവതാ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശനിയാഴ്ച ദിവസം, ആ ദിവസം പ്രത്യേകിച്ച് മഹാദേവനുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന സമയമാണ്. ശനിദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടി നമ്മൾ ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടി മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയും പ്രദോഷവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഈ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്? രാവിലെ മുതൽ സന്ധ്യാകാലം വരെ നമ്മൾ ഒരു തരത്തിലുള്ള ആഹാരവും കഴിക്കാറില്ല. പൂർണ്ണമായ ഉപവാസമാണ് ശീലിക്കുന്നത്. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം ശിവക്ഷേത്രത്തിൽ നിന്നും നേദിച്ചു കിട്ടുന്ന കരിക്കും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട്, കരിക്കിന്റെ വെള്ളവും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ അരി ഭക്ഷണം കഴിക്കും. ചോറ്, മോര്, ഉള്ളി ചേർക്കാത്ത ചമ്മന്തി ഇവയൊക്കെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. മഹാദേവ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടില് നമഃശിവായ മന്ത്രം ജപിച്ച്, സന്ധ്യാസമയത്ത് നാമം ജപിച്ച് നമഃശിവായ മന്ത്രം ജപിച്ച് അവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പഴങ്ങളൊക്കെ നേദിച്ച് നമുക്കത് കഴിക്കാവുന്നതാണ്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ആരോഗ്യമുള്ള ആളുകള്, ആരോഗ്യമില്ലാത്ത ആളുകള് ധാന്യ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാലും പഴങ്ങളും ഒക്കെ കഴിച്ച് ഇരിക്കാറുണ്ട്. എങ്ങനെയായാലും നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പൂർണ്ണമായ സസ്യാഹാരം ശീലിക്കുക. നമഃശിവായ മന്ത്രം ജപിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ വലിയ ഫലസിദ്ധിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് പ്രദോഷം അനുഷ്ഠിക്കുന്നത്. മഹാദേവ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. മഹാദേവന്റെ നടരാജ രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം അത് നടരാജ രൂപമാണ്. അതിന്റെ കാരണം പാലാഴി മഥന കാലത്ത് ഭഗവാൻ കാളകൂട വിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും അതിന്റെ ഫലമായിട്ട് ഭഗവാന് ഒരു ആലസ്യം ഉണ്ടാവുകയും പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശ്രമിച്ച ഭഗവാൻ ഒരു ത്രയോദശി സന്ധ്യാകാലത്തിലാണ് ഉണർന്ന് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ഭഗവാൻ ആനന്ദ നടനമാടി എന്നാണ് വിശ്വാസം. ആ സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. സരസ്വതീ ദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. എല്ലാവരും, സപ്തർഷികളും ദേവന്മാരും എല്ലാവരും തന്നെ മഹാദേവനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു ആ സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രയോദശി സന്ധ്യാകാലത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഒരു ത്രയോദശി സന്ധ്യാകാലത്തിലാണ് ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ് ആനന്ദ നടനം ആടിയത്. അതുകൊണ്ടാണ് ആ കാലത്തിന് പ്രദോഷകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്ധ്യാകാലത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ത്രയോദശി തിഥി ഏത് ദിവസമാണോ സന്ധ്യാകാലത്തിൽ വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നത്.
ശനിയാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ശനിദോഷങ്ങളും അകലുകയും, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അതുണ്ടെങ്കിൽ, വീട് വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, വീട് പണി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, വസ്തു മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കടം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മൾ പറയും ഏഴരാണ്ട് ശനിയാണ്, കണ്ടക ശനിയാണ്, എല്ലാ തടസ്സങ്ങളുമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു കാര്യം ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായിട്ട് ഈ പ്രദോഷം, അതായത് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം മഹാദേവനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.